നല്ല ഉപദേശത്തിലും ജനങ്ങളെ നല്ല മാർഗത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇതാണ് മാനവികത. തെറി പറയുന്നത് മാനവികതയല്ല, ചീത്ത പറയുന്നത് മാനവികതയല്ല, കളവ് പറയുന്നത് മാനവികതയല്ല, ജനങ്ങളെ പരിഹസിക്കുന്നത് മാനവികതയല്ല. ഈമാനോടുകൂടി ജീവിക്കണമെന്നും മോമിനായി ജീവിക്കണമെന്നും മോമിനായി മരിക്കണമെന്നും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ മഹത്തായ നയമാണ് സ്വീകരിക്കേണ്ടത്. അതാണ് ഞങ്ങൾ SYSന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതാണ് ഞങ്ങൾ SSFന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്, എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കുന്നത് അതാണ്. മക്കളെ, നിങ്ങൾ ആരെയും തെറി പറയരുത്, ആരെയും ചീത്ത പറയരുത്, ആരെയും പരിഹസിക്കരുത്, നിന്ദിക്കരുത്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ കുറ്റങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂറത്ത് മുഴുവനും പറഞ്ഞത് ജനങ്ങളെ പരിഹസിക്കുന്നവരുടെ ശിക്ഷ പറയാനാണ്. അങ്ങനെ നിസ്കാരം ഉപേക്ഷിക്കുന്നതിൻ്റെ ശിക്ഷ പറയാൻ ഒരു സൂറത്ത് മുഴുവനും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ കള്ളു കുടിക്കുന്നതിൻ്റെ കഠോരമായ തെറ്റാണല്ലോ കള്ളുകുടിയും വ്യഭിചാരവും. അങ്ങനെയുള്ള തെറ്റുകൾ അതിന്റെ ശിക്ഷ പറയുന്നതിന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു സൂറത്ത് മുഴുവനും അല്ലാഹു തആല ഉപയോഗിച്ചിട്ടില്ല. അതേ സമയത്ത് ജനങ്ങളെ പരിഹസിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന ആളുകൾക്കെതിരായി അല്ലാഹു ഒരു സൂറത്ത് മുഴുവനും ഇറക്കിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അല്പം സമ്പത്തുണ്ടെന്നോ അനുയായികളുണ്ടെന്നോ കരുതി ജനങ്ങളെ പരിഹസിക്കുന്ന നിസ്സാരപ്പെടുത്തുന്ന എല്ലാ വ്യക്തികൾക്കും കഠോരമായ ശിക്ഷയുണ്ട്. അവന്റെ സമ്പത്തും അവന്റെ പ്രതാപവും എക്കാലവും ഇവിടെ അവനെ നിർത്തുമെന്ന് അവൻ കരുതി പോകണ്ട. കല്ല, ഒരിക്കലും അങ്ങനെ കരുതി പോകണ്ട. തീർച്ചയായും അവനെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും. എന്താണ് ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും? അല്ലാഹു ശരിയായ ഒരു ക്ലാസ് പോലെ. ആർക്കും അറിയില്ല ഹുതമത്ത് എന്താണെന്ന്. രണ്ടാമത് ചോദ്യം, ഹുതമത്ത് എന്താണെന്നറിയാമോ? ആരും മറുപടിയില്ല. അല്ലാഹു തന്നെ മറുപടി, നാറുല്ലാഹിൽ മൂഖദത്തുല്ലതി തത്തലിഉ അലൽ അഫ്ഇദ. കത്തിച്ച് കത്തിച്ച് ചൂടാക്കപ്പെട്ടതും അത് കഠോരമായതും ആയ നരകം. ആ നരകത്തിലിട്ട് അവന്റെ തൊലിയും മജ്ജയും മാംസവും എല്ലും മുഴുവനും കരിഞ്ഞവന്റെ ഹൃദയം വരെ കരിയുന്ന ആ കഠിനമായ നരകമാണ് ജനങ്ങളെ പരിഹസിക്കുന്നവർക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് മുഴുവനും ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ കൂടിയ പ്രവർത്തകരോട് ഞങ്ങൾക്കിനിയും പറയാനുള്ളത്, നിങ്ങളാരെയും ചീത്ത പറയുന്ന തെറി പറയുന്ന കക്ഷിയിൽ പെട്ടുപോകാതെ നല്ലത് കൊണ്ട് തിന്മയെ തടയുക.